ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 6ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ സോഷ്യൽ സയൻസിലെ ഒന്നാമത്തെ പാഠഭാഗമാണ്. സോഷ്യൽ സയൻസ് പാർട്ട് 1 ടെക്സ്റ്റ് ബുക്കിൽ നമുക്കുള്ളത് 7 ചാപ്റ്റേഴ്സാണ്. ഫസ്റ്റ് 1 എന്ന് പറയുന്നത് ഏർലി ഹ്യൂമൻസ് ആൻഡ് സിവിലൈസേഷൻ എന്നുള്ളത്, അതുപോലെ തന്നെ രണ്ടാമത്തത് ഏർലി സ്റ്റേറ്റ്സ്, മൂന്നാമത്തത് സ്റ്റേറ്റ് ആൻഡ് ഗവൺമെൻറ്, നാലാമത്തത് ഫ്രം ദ ഗ്ലോബ് ടു ദ മാപ്പ്, then fifth one culture and cultural diversities, sixth one from agriculture to industry, seventh one through the continents. ഇത്രയും 7 ചാപ്റ്റേഴ്സ് ആണ് പാർട്ട് 1 ടെക്സ്റ്റ് ബുക്കിൽ വരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഒന്നാമത്തെ പാഠഭാഗമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഒന്നാമത്തെ ഈ പാഠഭാഗത്തിൽ പഠിക്കാനുള്ളത് എന്നുള്ളത്. പാഠത്തിൻ്റെ പേര് ഏർലി ഹ്യൂമൻസ് ആൻഡ് സിവിലൈസേഷൻ എന്നുള്ളതാണ്. ഏർലി ഹ്യൂമൻസ് എന്താണ്? ആദിമ മനുഷ്യരും സിവിലൈസേഷൻ സംസ്കാരങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു നെഹ്റുവിൻ്റെ ലെറ്റേഴ്സ് ഫ്രം എ ഫാദേഴ്സ് ടു ഹിസ് ഡോട്ടർ എന്നുള്ളതിൽ ചെറിയൊരു ഭാഗം തന്നിട്ടുണ്ട്. നമുക്കിത് ആദ്യം വായിച്ച് നോക്കാം. Probably the first men were hardly men like we know them today. എന്താണ്? ആദിമ മനുഷ്യന് ഒരിക്കലും നാം ഇന്ന് കാണുന്ന പോലെ ആയിരിക്കില്ല, അല്ലേ? They must have been half apes, half men, living rather like monkeys. എന്താണ്? പകുതി മനുഷ്യനും അതുപോലെ തന്നെ പകുതി കുരങ്ങുമായിരുന്നു. ഏതാണ്ട് ഒരു കുരങ്ങിനെ പോലെ തന്നെ ആയിരിക്കും അവർ ജീവിച്ചിട്ടുണ്ടായിരിക്കുക. ഡു യു റിമെമ്പർ ഗോയിങ് വിത്ത് അസ് ടു സി എ പ്രൊഫസർ ഇൻ ഹൈഡൽബർഗ് ഇൻ ജർമ്മനി? നിനക്ക് ഓർമ്മയുണ്ട് ജർമ്മനിയിലെ ഹൈഡൽബർഗിൽ നമ്മളൊരു പ്രൊഫസറെ കാണാൻ പോയത്? He showed us a little museum full of fossils and especially an old skull which he kept carefully looked at in a safe. അപ്പോൾ അവിടെ വെച്ചിട്ട് അദ്ദേഹം നമുക്ക് ഒരു അവശിഷ്ടങ്ങൾ സൂക്ഷിച്ചിട്ടുള്ള ഒരു മ്യൂസിയത്തിൽ നമ്മൾ പോയപ്പോൾ അദ്ദേഹം കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അത് നിനക്ക് ഓർമ്മയുണ്ടോ? ഒരു സ്കള്ള്, ഒരു തലയോട് ഒരു ഇരുമ്പ് പെട്ടിയിൽ ഭദ്രമായി സൂക്ഷിച്ചിരുന്നത് നിനക്ക് ഓർമ്മയുണ്ടോ? ദ സ്കൾ വാസ് എ സപ്പോസ് ടു ബിലോങ് ടു വൺ ഓഫ് ദീസ് ഏർലിയസ്റ്റ് മാൻ. അപ്പോൾ അതെന്താണ്? അതൊരു ആദിമ മനുഷ്യൻ്റെ തലയോട് ആണത്രേ. We know all him the Heidelberg man simply because the skull was found buried near ഹൈഡൽബർഗ്. അപ്പോൾ അതിനെ ഇപ്പോൾ പറയുന്നത് ഹൈഡൽബർഗ് മനുഷ്യൻ എന്നാണ് പറയുന്നത്. കാരണം ആ സ്കള്ള് കിട്ടിയിട്ടുള്ളത് ഹൈഡൽബർഗ് എന്നുള്ള ഒരു സിറ്റിക്ക് സമീപത്ത് നിന്നാണ്. അവിടെ നിന്നാണ് അത് കിട്ടിയത്. അതുകൊണ്ടാണ് അതിനെ ഹൈഡൽബർഗ് മാൻ എന്ന് പറയുന്നത് എന്ന് പറയാണ്. ഇത് നമ്മുടെ ജവഹർലാൽ നെഹ്റുവിൻ്റെ ലെറ്റേഴ്സ് ഫ്രം എ ഫാദേഴ്സ് ടു ഹിസ് ഡോട്ടർ എന്നുള്ള ബുക്കിൽ ചെറിയൊരു ഭാഗമാണ്. അതെ, what you have to read is a passage from Jawaharlal Nehru's book Letters from a Fathers to His Daughter. അപ്പോൾ ഈ പുസ്തകത്തിലെ ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരു ഭാഗമാണ് നിങ്ങളിപ്പോൾ വായിച്ചത്. ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഹിസ്റ്റോറിക്കൽ റിമൈൻ ദാറ്റ് ജവഹർലാൽ നെഹ്റു മെൻഷൻ ഹിയർ? ജവഹർലാൽ നെഹ്റു മെൻഷൻ ചെയ്തിട്ടുള്ള ഹിസ്റ്റോറിക്കൽ റിമൈൻ എന്തായിരുന്നു? ദ സ്കൾ ഓഫ് ദ ഹൈഡൽബർഗ് മാൻ. ഓക്കെ, then second question, according to him where was it obtained from? അദ്ദേഹത്തിൻ്റെ ഇത് എവിടെ നിന്നാണ് ലഭിച്ചത് എന്നാണ് സൂചിപ്പിക്കുന്നത്. ഫ്രം ദ സിറ്റി ഓഫ് ഹൈഡൽബർഗ്. ഹൈഡൽബർഗ് എന്നുള്ള സിറ്റിയിൽ നിന്നാണ്. This historical remain of the primitive humans is estimated to the lakhs of years old. അഥവാ പണ്ടത്തെ ആളുകളുടെ ചരിത്രശേഷിപ്പിന് എത്ര ലക്ഷക്കണക്കിന് വർഷം പഴക്കമുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. Can you think of people who lived all these years ago or about that period? Shall we take a look at the history of people at the time? അപ്പോൾ എന്താണ്? ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന മനുഷ്യരെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ആ ഒരു ഏജിനെ കുറിച്ചിട്ടോ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ അക്കാലത്തെ മനുഷ്യരെ കുറിച്ചിട്ട് നമുക്കൊന്ന് പരിശോധിക്കാമെന്നാണ് പറയുന്നത്. നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവും അല്ലേ? നമുക്കറിയാം മനുഷ്യൻ എന്ന് പറയുന്നത് കുരങ്ങിൽ നിന്നുണ്ടായതാണ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ അവരെങ്ങനെയായിരിക്കും ജീവിച്ചിട്ടുണ്ടായിരിക്കും? ഇന്ന് അവർക്ക് നമ്മൾ കാണുന്ന ഒരു സൗകര്യങ്ങളും അവർക്കില്ല, അല്ലേ? അപ്പോൾ അവരെന്തൊക്കെ കാര്യങ്ങളാവും ചെയ്തിട്ടുണ്ടാവുക എന്നതൊക്കെയാണ് നമ്മൾ ഇനി പഠിക്കാൻ വേണ്ടി പോകുന്നത്. ലെറ്റ്സ് ട്രേസ് അവർ ancestors. എന്താണ്? പൂർവികരെ നമുക്ക് കണ്ടെത്താം. ലുക്ക് അറ്റ് ദ family tree that Sinu prepared including members of his family's previous generations. അപ്പോൾ സിനു തൻ്റെ കുടുംബത്തിലെ മുൻ തലമുറകളിലെ അംഗങ്ങളെ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ ഒരു ഫാമിലി ട്രീ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇത് സിനു ആൻഡ് ബ്രദർ, ഇത് സിനുവിൻ്റെ അച്ഛനും അമ്മയും, ഇത് അച്ഛൻ്റെ അച്ഛനും അമ്മയും, ഇത് അമ്മയുടെ അച്ഛനും അമ്മയും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഒരു ഫാമിലി ട്രീ ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇൻ ദിസ് വേ ഡീറ്റെയിൽസ് ഓഫ് ഹൗ മെനി ജനറേഷൻ ഓഫ് യുവർ ഫാമിലി ക്യാൻ യു ഫൈൻഡ്. അപ്പോൾ ഇതേപോലെ നിങ്ങളുടെ കുടുംബത്തിൻ്റെയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര ജനറേഷനെ അറിയും എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ വേണ്ടി പറ്റും.
If we can go back thousands of generation like this, we can reach the early humans. അപ്പോൾ ഇങ്ങനെ നമ്മൾ പോവുകയാണെങ്കിൽ ഒരു ആയിരക്കണക്കിന് തലമുറകൾ പിന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഏർലി ഹ്യൂമൻസിനെ കുറിച്ചിട്ട് അറിയാൻ വേണ്ടി പറ്റും. പക്ഷെ എന്തായാലും നമുക്ക് അങ്ങനെ പോകാനുള്ള ഇൻഫർമേഷൻസ് ഒന്നും കിട്ടില്ല. പക്ഷെ എങ്കിൽ പോലും നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ ഫാദറിൻ്റെ അല്ലെങ്കിൽ അങ്ങനെ നീണ്ടു പോകുമ്പോൾ നമുക്ക് എന്താണ് ആദിമ മനുഷ്യരെ കുറിച്ച് അറിയാൻ വേണ്ടി സാധിക്കും. ദെൻ അടുത്തത് എന്താണ് BCE, എന്താണ് CE എന്ന് പറയുന്നുണ്ട്. ക്രോണോളജിക്കലി ഹിസ്റ്ററി ഈസ് ഡിവൈഡഡ് ഇൻ ടു 2 periods. അഥവാ എന്താണ്, ക്രോണോളജിക്കലി ആയിട്ട് 2 രീതിയിലാണ്, 2 കാലഘട്ടത്തിൻ്റെ ബേസ് ചെയ്തിട്ടാണ് ഹിസ്റ്ററിയെ തിരിച്ചിട്ടുള്ളത്. ബിഫോർ കോമൺ ഇറ അഥവാ BCE ആൻഡ് കോമൺ ഇറ CE. അപ്പോൾ രണ്ടെണ്ണമാണ്, ഒന്ന് BCE ഒന്ന് CE. BCE എന്ന് പറഞ്ഞാൽ ബിഫോർ കോമൺ ഇറ, CE എന്ന് പറഞ്ഞാൽ കോമൺ ഇറ. Then based on the birth of Jesus Christ, earlier it was divided into BC and AD. അപ്പോൾ പണ്ട് കാലത്ത് യേശുവിൻ്റെ ജനനത്തെ അടിസ്ഥാനമാക്കിയിട്ട് BC AD എന്നിങ്ങനെ 2ആയിട്ടായിരുന്നു തിരിച്ചിട്ടുണ്ടായിരുന്നത്. ദ പീരീഡ് ബിഫോർ ദ ബർത്ത് ഓഫ് ക്രൈസ്റ്റ് വാസ് നോൺ ആസ് BC, ബിഫോർ ക്രിസ്റ്റ്, ആൻഡ് പീരീഡ് ആഫ്റ്റർ ദ ബർത്ത് ഓഫ് ക്രിസ്റ്റ് വാസ് നോൺ ആസ് AD, ആനോ ഡൊമിനി. ദീസ് ഡേയ്സ് ഈസ് നോൺ ആസ് BCE ആൻഡ് CE റെസ്പെക്റ്റീവ്ലി. അപ്പോൾ പണ്ടേ നമ്മുടെ യേശു ജനിക്കുന്നതിന് മുമ്പുള്ള കാലത്തെ BC എന്നും അതുപോലെ യേശു ജനിച്ചതിന് ശേഷമുള്ള കാലത്തെ AD എന്നും അറിയപ്പെട്ടിരുന്നു. പക്ഷേ ഇന്ന് യഥാക്രമം BCE CE എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇനി ഇവിടെ നോക്കൂ, ഇതിൽ എ സെഞ്ചുറി ഡിനോട്ട്സ് 100 years. ഒരു സെഞ്ചുറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 100 വർഷമാണ് പറയുന്നത്. എ മില്യൺ ഇയേഴ്സ് ഡിനോട്ട്സ് 10 lakhs years. മില്യൺ എന്ന് പറയുന്നത് 10 വർഷം അല്ലെങ്കിൽ ദശലക്ഷ വർഷം കൂടി ചേരുമ്പോഴാണ് ഒരു മില്യൺ എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് ഒറിജിൻ ആൻഡ് ഇവല്യൂഷൻ ഓഫ് ഹ്യൂമൻസ്. എങ്ങനെയാണ് മനുഷ്യരുടെ ഒറിജിനും അതിൻ്റെ ഇവല്യൂഷനും നടന്നത് എങ്ങനെയാണ്? Human fossils are important sources that help us to learn about the history of early humans. It is by scientifically calculating the age of such fossils that the history of the origin and evolution of humans is written. അപ്പോൾ ആദ്യത്തെ മനുഷ്യരുടെ ഏർലി ഹ്യൂമൻസിൻ്റെ ഹിസ്റ്ററിയെ കുറിച്ച് അറിയാൻ നമ്മളെ സഹായിക്കുന്ന ഒരു സോഴ്സ് എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഫോസിലുകളാണ്. ഓക്കെ, അപ്പോൾ ഇത്തരം ഫോസിലുകളുടെ കാലപ്പഴക്കം അനുസരിച്ചിട്ടും അതിൻ്റെ സയൻറ്റിഫിക് ആയിട്ട് നോക്കിയിട്ട് അതിൻ്റെ ഉത്ഭവം ഒറിജിൻ എങ്ങനെയാണ്, അതിൻ്റെ എവല്യൂഷൻ എങ്ങനെയാണ് എന്നതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി ഇവിടെ ബോക്സിൽ എന്താണ് ഫോസിൽസ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഫോസിൽസ് ആർ ദ remains of ancient plants, animals and humans. These are generally embedded in rocks and have been perceived for millions of years. അപ്പോൾ പുരാതനമായിട്ടുള്ള പ്ലാന്റ്സ് അതുപോലെ തന്നെ എനിമൽസ്, മനുഷ്യന് ഇവരുടെ ശേഷിപ്പുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫോസിൽസ് എന്ന് പറയുന്നത്. പൊതുവേ ഇതെന്താണ്? പാറകളിൽ പതിഞ്ഞിരിക്കുന്ന ഇത് ഒരുപാട് 10 years ഒക്കെ എടുത്തിട്ടാണ് സംരക്ഷിക്കപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞതാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുന്നത്? സംരക്ഷിക്കപ്പെടുന്നുണ്ടെന്നാണ് പറയുന്നത്. അടുത്തത് എങ്ങനെയാണ് ഹ്യൂമൻ എവല്യൂഷൻ എന്നതിനെ കുറിച്ച് പറയുന്നു. It was Charles Darwin who proposed a scientific view of origin of human beings. അഥവാ മനുഷ്യരുടെ ഈ ഒരു എവല്യൂഷനെ കുറിച്ചിട്ട് ശാസ്ത്രീയമായിട്ടുള്ള കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചിട്ടുള്ള ആളാണ് ചാൾസ് ഡാർവിൻ എന്ന് പറയുന്നത്. ഓക്കെ, he suggested that humans have originated through organic changes that took place over a long period of time. He called this process evolution. He presented the theory of human evolution in his book on the origin of species, published in 1859. അപ്പോൾ അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ളത് മനുഷ്യരുടെ ഉത്ഭവം എന്ന് പറയുന്നത് ഒരുപാട് കാലം എടുത്തിട്ടുള്ള ഒരു മാറ്റത്തിലൂടെ ഉണ്ടായതാണ്. ഈ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് എവല്യൂഷൻ എന്നുള്ളത്. ദെൻ അദ്ദേഹം 1859 പബ്ലിഷ് ചെയ്തിട്ടുള്ള ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന ബുക്കിലാണ് ഇതിനെക്കുറിച്ചിട്ട് അദ്ദേഹം പറയുന്നത്. ഇനി അദ്ദേഹത്തെക്കുറിച്ച് താഴെ പറയുന്നുണ്ട് ആരാണ് ചാൾസ് ഡാർവിൻ എന്നുള്ളത്. ചാൾസ് ഡാർവിൻ വാസ് ബോൺ ഇൻ ഇംഗ്ലണ്ട് ഓൺ February 12, 1809. He is a naturalist who helped in understanding the process that lead to the origin of life on Earth and the diversity of living organisms. Charles Darwin explained through his theory of evolution that all living species evolved over a period of time and it took millions of years to reach its present form. അപ്പോൾ 1809 February 12 ഇംഗ്ലണ്ടിലാണ് അദ്ദേഹം ജനിച്ചിട്ടുള്ളത്. ഭൂമിയുടെ ജീവൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് ഇതുപോലെ ഓരോ ജീവജാലങ്ങളുടെയും ഡൈവേഴ്സിറ്റീസിലേക്കും നയിച്ച പ്രോസസ്സ് എന്ന് പറയുന്നത് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇത്തരത്തിലുള്ള നാച്ചുറലിസ്റ്റിലൂടെയാണ്. ഓക്കെ,
അപ്പോൾ അവരെന്താ ചെയ്യുന്നത്, അവർ പറയുന്നത് ഒരുപാട് കാലം എടുത്തിട്ട് ഒരു പ്രോസസ്സിലൂടെയാണ് ഇത് സംഭവിച്ചിട്ടുള്ളത് എന്നാണ് പറയുന്നത്. എല്ലാ ജീവജാലങ്ങളും ഇതുപോലെ തന്നെ എവല്യൂഷൻ രൂപപ്പെട്ടതാണെന്നും ഓരോ ജീവിവർഗവും ഇന്നത്തെ രൂപത്തിലെത്താൻ ഒരുപാട് വർഷം, ലക്ഷക്കണക്കിന് വർഷങ്ങൾ എടുത്തു എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെയാണ് ഓരോ ജീവികളും ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. നെക്സ്റ്റ് വൺ, ആൻസൈറ്റേഴ്സ് ഓഫ് ഹ്യൂമൻസ് എന്നുള്ളതാണ്. മനുഷ്യരുടെ പൂർവികരെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഏർലി ഹ്യൂമൻസ് എവോൾവ് മില്യൻസ് ഓഫ് ഇയേഴ്സ് എഗോ. ആദിമ മനുഷ്യന് രൂപപ്പെട്ടത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ്. ഹ്യൂമൻ റെവല്യൂഷൻ ബിഗിൻസ് ഫ്രം primates and category of mammals. Observe the flow chart that includes the various stage of evolution. അപ്പോൾ ഇത്തരത്തിലുള്ള മമ്മൽസ് എന്നുള്ള വിഭാഗത്തിലുള്ള പ്രിമേറ്റ്സിൽ നിന്നാണ് ആരുണ്ടായിട്ടുള്ളത്, മനുഷ്യന് ഈ എവല്യൂഷൻ സംഭവിച്ചിട്ടുള്ളത്. അതെന്താണെന്ന് ഈ ഫ്ലോ ചാർട്ടിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ആരാണ് പ്രൈമേറ്റുകൾ എന്ന് പറയുന്നത്? പ്രൈമേറ്റ്സ് എന്ന് പറഞ്ഞാൽ എ കാറ്റഗറി ഓഫ് മമ്മൽസ് ആണ്. ഓക്കെ, അതിനുശേഷം അതിൽ നിന്നും അടുത്ത കാറ്റഗറി ഉണ്ടായി, അതാണ് ഹോമിനോയിഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഹോമിനോയിഡ്സ് എന്ന് പറയുന്നത് വാക്ക്ഡ് ഓൺ 4 legs, അവർ 4 കാലിൽ നടത്താൻ തുടങ്ങി. അതിനുശേഷം വന്നിട്ടുള്ളതാണ് ഹോമിനിഡ്സ് എന്ന് പറയുന്നത്. അവരെന്താണ്, വാക്ക്ഡ് ഓൺ 2 legs, 2 കാല് വെച്ചിട്ട് നടക്കാൻ വേണ്ടി തുടങ്ങി. അതിൽ തന്നെ 2 തരത്തിലുള്ളതുണ്ട്. ഒന്ന് ആസ്ട്രലോപിത്തേക്കസും മറ്റൊന്ന് ഹോമോ എന്നുള്ളതും. ഓക്കെ, ഈ ഹോമോയിൽ വരുന്ന 3 കാറ്റഗറൈസേഷൻ ഉണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഹോമോ ഹാപ്പിലിസ്, അവരെന്താണ്, ഉപകരണങ്ങൾ ഉണ്ടാക്കുന്നവരാണ്. അടുത്തത് ഹോമോ ആണ്. ഹോമോ എറക്ടസ് എന്ന് പറഞ്ഞാൽ അവർക്ക് എന്താണ്, അപ്രൈറ്റ് ഹ്യൂമൻസ് ആണ്, അവർക്ക് നിവർന്ന് നിൽക്കാൻ കഴിയുന്ന ആളുകളാണ്. അടുത്തത് ഹോമോ സാപ്പിയൻസ് ആണ്, ദ വൈസ് ഓർ തിങ്കിങ് മാൻ, അവർക്കാണ് ബുദ്ധിയും ചിന്തിക്കാനുള്ള കഴിവും ഒക്കെ ഉള്ളത്. അപ്പോൾ മനുഷ്യൻ എന്ന് പറയുന്നത് ഹോമോ സാപ്പിയൻസിൽ വരുന്നതാണെന്ന് മനസ്സിലാക്കി വെക്കുക. Then you have seen from a flowchart that Homo habilis, Homo erectus and Homo sapiens were the subgroups of Homo. ഹോമോയുടെ 3 ഗ്രൂപ്പ്സ് നിങ്ങൾ കണ്ടു അല്ലേ? ദ ഹ്യൂമൻ സ്പീഷീസ് ടു വിച്ച് വി ബിലോങ് ഇൻ ഹോമോ സാപ്പിയൻസ്. അപ്പോൾ ഹോമോ സാപ്പിയൻസിൽ നിന്നാണ് മനുഷ്യവർഗം ഉണ്ടായിട്ടുള്ളത്. ഇനി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, പ്രിപ്പയർ എ നോട്ട് ഇൻക്ലൂഡിംഗ് ദ വേരിയസ് സ്റ്റേജസ് ഓഫ് ഹ്യൂമൻ എവല്യൂഷൻ ആൻഡ് ദെയർ ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ ഈ ഒരു ഹ്യൂമൻ എവല്യൂഷൻ്റെ വിവിധ ഘട്ടങ്ങൾ ഏതൊക്കെയാണ്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. നിങ്ങൾക്കത് പാരഗ്രാഫായിട്ട് വേണമെങ്കിൽ എന്തായാലും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ട്സ് ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യും. അപ്പോൾ അതിൽ നമ്മൾ ഇത്തരത്തിലുള്ള പാരഗ്രാഫൊക്കെ അതിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ കൂട്ടുകാർ അതും കൂടെ പോയി കാണാം. ഇനി അടുത്ത ഒരു ടോപ്പിക് എന്ന് പറയുന്നത് വേരിയസ് സ്റ്റേജസ് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് എന്നുള്ളതാണ്. മനുഷ്യവികാസത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ ഏതൊക്കെയാണ്? ഏർലി ഹ്യൂമൻസ് ലീവ്ഡ് ഇൻ ദ ഫോറസ്റ്റ്. പണ്ട് മനുഷ്യർ എവിടെയാണ് ജീവിച്ചിരുന്നത്? ഫോറസ്റ്റിലായിരുന്നു. ദേ ലീവ്ഡ് ബൈ ഗ്യാതറിംഗ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആൻഡ് ഹണ്ടിങ് എനിമൽസ് ടു ഈറ്റ് ദെയർ മീറ്റ്. അപ്പോൾ അവർ പ്രധാനമായിട്ടും എന്താണ്, ഈ ഫ്രൂട്ട്സും വെജിറ്റബിൾസും അതുപോലെ തന്നെ മൃഗങ്ങളെ വേട്ടയാടിയിട്ട് അതിൻ്റെ മീറ്റ്സും ഒക്കെ ആയിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. ദേ യൂസ്ഡ് റഫ് സ്റ്റോൺസ് ഫ്രം ദെയർ സറൗണ്ടിങ്സ് ആസ് വെപ്പൺസ്. അപ്പോൾ അവരുടെ ചുറ്റുപാടുമുള്ള പരുക്കൻ സ്റ്റോൺസും കാര്യങ്ങളൊക്കെ, റഫായിട്ടുള്ള സ്റ്റോൺസൊക്കെയാണ് അവർ ഇതിന് വേണ്ടിയിട്ട് വെപ്പൺസ് ആയിട്ട് ഉപയോഗിച്ചിരുന്നത്. സിൻസ് സ്റ്റോൺ വെർ യൂസ്ഡ് ആസ് വെപ്പൺസ്, ദിസ് പീരീഡ് ഇസ് കോൾഡ് ദ സ്റ്റോൺ ഏജ്. അപ്പോൾ എന്താണ്, അന്ന് സ്റ്റോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള വെപ്പൺസ് ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഏജിനെ പറയുന്ന പേരാണ് സ്റ്റോൺ ഏജ് എന്ന് പറയുന്നത്. ബേസ്ഡ് ഓൺ ദ ഡെവലപ്മെന്റ് അച്ചീവ്ഡ് ഓവർ ടൈം ഇൻ വെപ്പൺസ് ആൻഡ് ടൂൾസ് മെയ്ഡ് ഓഫ് സ്റ്റോൺസ്, ദ സ്റ്റോൺ ഏജ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു 3 സ്റ്റേജസ്. അപ്പോൾ അവർ ഉപയോഗിച്ചിരുന്ന ആ ഒരു സ്റ്റോൺസ് എങ്ങനെയുള്ളതായിരുന്നു, അവർ നിർമ്മിച്ചിരുന്നത് എങ്ങനെയാണ്, അതിലുണ്ടായിരുന്ന പുരോഗതിയെയും അടിസ്ഥാനമാക്കിക്കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ സ്റ്റോൺ ഏജിനെ തന്നെ നമ്മൾ 3ആയിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്, ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ പാലിയോളിത്തിക് ഏജ്, സെക്കൻഡ് വൺ മെസോളിത്തിക് ഏജ്, തേർഡ് വൺ നിയോളിത്തിക് ഏജ്. ഓക്കെ, ഇനി അതിൻ്റെ ഫ്യൂച്ചേഴ്സ് ആണ് താഴെ പറയുന്നത്, ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ പാലിയോളിത്തിക് ഏജിലാണ്. ഫസ്റ്റ് ഫേസ് ഓഫ് സ്റ്റോൺ ഏജ്, സ്റ്റോൺ ഏജിൻ്റെ ഫസ്റ്റ് ഫേസ് ആയിരുന്നു. യൂസ്ഡ് റഫ് സ്റ്റോൺസ് ആസ് ടൂൾസ്, അതുപോലെ തന്നെ റഫ് സ്റ്റോൺസ് ഒക്കെ എന്തായിരുന്നു, അവർ ടൂൾസ് ആയിട്ട് ഉപയോഗിച്ചിരുന്നു. ഗാദറിംഗ് ആൻഡ് ഹണ്ടിങ് ആസ് എ മീൻസ് ഓഫ് ലൈവ്ലിഹുഡ്, ശേഖരണവും അതുപോലെ തന്നെ വേട്ടയാട്, ഇതൊക്കെയായിരുന്നു അവരുടെ ജീവിതത്തിൻ്റെ മാർഗം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് മെസോളിത്തിക് ഏജ് ആണ്. അതിൽ വരുന്നത് യൂസ്ഡ് സ്മോളർ ഫൈൻ സ്റ്റോൺ ടൂൾസ്, അവിടെ ഒന്നും കൂടെ സൂക്ഷ്മമായിട്ടുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങി. യൂസ്ഡ് എഡിബിൾ ഗ്യാസസ് ആൻഡ് ഫിഷ് ആസ് ഫുഡ്, അതുപോലെ തന്നെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് പുല്ലിനങ്ങളും മത്സ്യവും അവർ ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങി. അനിമൽ സ്കിൻ, ബാർക്ക് ഓഫ് ട്രീസ് ആൻഡ് ലീവ്സ് യൂസ്ഡ് ഫോർ ക്ലോത്തിങ്, അവർ മാത്രമല്ല ഒരു അതുവരെ വസ്ത്രമൊന്നും ഉണ്ടായിരുന്നില്ല, വസ്ത്രത്തിന് വേണ്ടിയിട്ട് മൃഗങ്ങളുടെ തോലും മരത്തോലും
ഇലകളും ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങി. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നിയോളിത്തിക് ഏജ് ആണ്. യൂസ്ഡ് മോർ റിഫൈൻഡ് ആൻഡ് പോളിഷ്ഡ് സ്റ്റോൺ ടൂൾസ്. അതിനുശേഷം അവർ ഒന്നും കൂടെ പരിഷ്കരിച്ചതും മിനുസമുള്ളതുമായിട്ടുള്ള കല്ലിൻ്റെ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങി. അഗ്രികൾച്ചർ സ്റ്റാർട്ടഡ്. അതിനുശേഷം അവർ കൃഷി ആരംഭിച്ചു. ഇൻവെന്റഡ് വീൽ ആൻഡ് സ്റ്റാർട്ടഡ് മേക്കിംഗ് പോട്ടറി. അതുപോലെ തന്നെ ചക്രങ്ങൾ കണ്ടുപിടിക്കുകയും പോട്ടറീസ് മൺപാത്രങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങുകയൊക്കെ ചെയ്തു. നെക്സ്റ്റ് പറയുന്നത് ബിംബേഡ്ക എന്നുള്ള ഒരു ടോപ്പിക്ക് പറയുന്നുണ്ട്. ജസ്റ്റ് നമുക്കൊന്ന് വായിക്കാം. ബിംബേഡ്ക ഇൻ മധ്യപ്രദേശ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോക്ക് ഷെൽട്ടർ ഇൻ ഇന്ത്യ വിച്ച് വാസ് ഇൻഹാബിറ്റഡ് ബൈ സ്റ്റോൺ ഏജ് ഹ്യൂമൻസ്. The paintings inside the cave tell us about the varied ways of life of ancient humans. These cave paintings are also a proof of their കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ സ്റ്റോൺ ഏജിലുള്ള ആളുകളെ കുറിച്ച് മനസ്സിലാക്കുന്നതിനുള്ള ഒരു പ്രധാനമായിട്ടുള്ള ഒരു എവിഡൻസ് ആണ് ഈ ഒരു മധ്യപ്രദേശിലെ ബിംബേഡ്ക എന്ന് പറയുന്ന ഒരു കേവ്. ഓക്കെ, ഇത് അവിടെ എന്താ ഉള്ളത്? അവിടെ അന്നത്തെ ആളുകളുടെ ജീവിത രീതികളെ കുറിച്ചിട്ടും മറ്റുമൊക്കെ അവിടുത്തെ ഗുഹയിൽ ഉള്ള പിക്ചേഴ്സിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. അവരുടെ ആശയവിനിമയത്തിൻ്റെ തെളിവുകൾ കൂടി ഈ ഒരു ചിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതാണ് ഇവിടെ തന്നിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്താണെന്ന് നോക്കാം. Write the characteristics of Paleolithic, Mesolithic and Neolithic period on strip and place them about. Arrange the stars with the name of these Stone Age periods in the classroom. The children may pick the strips from the bowl and paste them on the corresponding chart in the correct order. അപ്പോൾ ഈ ഒരു 3 ഏജിലുള്ളതിൻ്റെ കുറച്ച് സ്ട്രിപ്പുകൾ എഴുതിയിട്ട് ഒരു ബൗളിൽ വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ ഒരു 3 പേരും നിങ്ങളുടെ ചാർട്ടിൽ ക്ലാസ്സിൽ ക്രമീകരിക്കുക. എന്നിട്ട് കുട്ടികൾ സ്ട്രിപ്പ് എടുത്തിട്ട് അതിൽ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഓരോരുത്തർക്കും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങൾ ക്ലാസ്സിൽ ടീച്ചറുടെ സഹായത്തോടു കൂടിയിട്ട് അത് ചെയ്യാം. നെക്സ്റ്റ് വൺ, ബിഗിനിങ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് സെറ്റിൽഡ് ലൈഫ്. നമ്മൾ പറഞ്ഞു മെസോളിത്തിക് ഏജിലെത്തിയപ്പോഴേക്കും നിയോളിത്തിക് ഏജിലെത്തിയപ്പോഴേക്കും അവരെന്ത് ചെയ്തു? അഗ്രികൾച്ചറൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഇനി അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത്. യു ഹാവ് സീൻ ദാറ്റ് അഗ്രികൾച്ചർ ബിഗാൻ ഇൻ ദ നിയോളിത്തിക് പീരിയഡ്. ആസ് ഹ്യൂമൻ സ്റ്റാർട്ടഡ് ഫാമിംഗ് ഇറ്റ് ബിക്കേം നെസസറി ഫോർ ദം ടു സെറ്റിൽ നിയർ ദ ഫാം ലാൻഡ്. ദേ സെറ്റിൽ നിയർ ദെയർ ഫാം ടു മെയിൻറ്റെയിൻ ദ ക്രോപ്സ്, പ്രൊട്ടക്ട് ദ ഫീൽഡ് ഫ്രം വൈൽഡ് എനിമൽസ് ആൻഡ് ടു കെയർ ഫോർ ദെയർ ഡൊമസ്റ്റിക്കേറ്റഡ് എനിമൽസ്. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കൃഷി ചെയ്യാൻ തുടങ്ങിയതോട് കൂടിയിട്ട് അവർക്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് വന്നു? കൃഷിയുടെ അടുത്ത് തന്നെ താമസം തുടങ്ങേണ്ടതായിട്ട് വന്നു. കാരണം എന്തുകൊണ്ടാണ്? കൃഷിയുടെ അടുത്ത് തന്നെ താമസം തുടങ്ങിയില്ലെങ്കിൽ കൃഷിയെ പരിപാലിക്കാൻ അവരെവിടെയാണോ ഉള്ളത് അവിടെ നിന്നും ഡെയിലി വരേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ ഒരുപാട് ജീവികൾ വന്നിട്ട് കൃഷി നശിപ്പിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ അടുത്ത് അവർ സ്ഥിരതാമസം ഉറപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. വാട്ട് ഓൾ ചേഞ്ചസ് മൈറ്റ് സെറ്റിൽ ലൈഫ് ഹാവ് ബ്രോട്ട് അബൌട്ട് ഇൻ ഹ്യൂമൻസ്. അങ്ങനെ മനുഷ്യൻ ഈ സ്ഥിരവാസം തുടങ്ങിയതോടുകൂടി എന്തൊക്കെ മാറ്റങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ടാവും? ഡ്വെല്ലിംഗ് ബിഗേൻസ് ടു ബി ബിൽഡ്. വാസസ്ഥലങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി തുടങ്ങി. People began to interact more with each other and marked the beginning of a organized social life. അതുമാത്രമല്ല, ജനങ്ങൾ കൂടുതലായിട്ട് ഒന്നും കൂടെ ഇൻറ്ററാക്ഷൻ തുടങ്ങുകയും അവരൊരു സാമൂഹിക ജീവിതത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു. ദെൻ അതുപോലെ സെറ്റിൽമെൻറ്റ്സ് ഗ്രാജുവലി ഡെവലപ്ഡ് ഇൻ ടു വില്ലേജസ് ആൻഡ് അർബൻ സെൻറ്റേഴ്സ്. ഈ ഒരാൾ സ്ഥിരവാസം തുടങ്ങി അവിടെ തന്നെ അടുത്ത ആളുകൾ വന്ന് കൃഷി ആരംഭിക്കും, അവരവിടെ തന്നെ സ്ഥിരതാമസമാക്കും. അങ്ങനെ അത് പതുക്കെ ഗ്രാമങ്ങളായി, പിന്നെ അതെന്തായി? പിന്നെ അത് നഗരങ്ങളായിട്ട് ഡെവലപ്പ് ചെയ്യുകയാണ് ചെയ്തത്. ദെൻ നെക്സ്റ്റ് വൺ, ഫ്രം സ്റ്റോൺ ടു മെറ്റൽ. ഇതുവരെ നമ്മൾ സ്റ്റോൺ ആണ് ഉപയോഗിച്ചിരുന്നത് അല്ലേ? ഇനി സ്റ്റോണിൽ നിന്നും എങ്ങനെയാണ് അവർ അടുത്ത സ്റ്റേജിലേക്ക് പോയത് എന്നാണ് നോക്കുന്നത്. ഒബ്സർവ് ദ പിക്ചേഴ്സ് ഗിവൺ above. What materials are they made of? ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സ്റ്റോൺ ആണല്ലേ, സ്റ്റോൺ കൊണ്ടാണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് മെറ്റൽ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, അത് രണ്ടും നിങ്ങൾ അവിടെ ജസ്റ്റ് എഴുതി കൊടുക്കുക. ഇനി ഡു യു നോ വിച്ച് വാസ് ദ ഫസ്റ്റ് മെറ്റൽ യൂസ്ഡ് ബൈ ഹ്യൂമൻസ്? നിങ്ങൾക്കറിയോ മനുഷ്യനെ ആദ്യം ഉപയോഗിച്ചിട്ടുള്ള മെറ്റൽ എന്ന് പറയുന്നത് ഏതാണ്? ലോഹം എന്ന് പറയുന്നത് ഏതാണ്? കോപ്പർ വാസ് ദ ഫസ്റ്റ് മെറ്റൽ യൂസ്ഡ് ബൈ ഹ്യൂമൻസ്. ആദ്യം ഉപയോഗിച്ചിട്ടുള്ളത് കോപ്പറാണ്. ഓക്കെ, ചെമ്പാണ്. ദ പീരിയഡ് വെൻ ഹ്യൂമൻസ് യൂസ്ഡ് വെപ്പൺസ് ആൻഡ് ടൂൾസ് മെയ്ഡ് ഓഫ് മെറ്റൽസ് ഈസ് കോൾഡ് ദ മെറ്റൽ ഏജ്. അപ്പോൾ ഇവർ ഈ മെറ്റൽ ഉപയോഗിച്ചുകൊണ്ട് അഥവാ കോപ്പർ ഉപയോഗിച്ചുകൊണ്ടുള്ള വെപ്പൺസ് ഉണ്ടാക്കാൻ തുടങ്ങിയതോട് കൂടിയിട്ട് ആ ഒരു ഏജിനെ നമ്മൾ പറയുന്നത് മെറ്റൽ ഏജ് എന്നുള്ളതാണ്. Since copper was not yet strong enough
tilling the soil and cutting trees, they mixed copper and tin to make a harder and stronger alloy called a bronze. അങ്ങനെ എന്ത് ചെയ്തു, ഈ മെറ്റൽ ഈ കോപ്പർ എന്ന് പറയുന്നത് കുറച്ച് ഉറപ്പ് കുറവാണ്. അപ്പോൾ അവർ മരങ്ങൾ മുറിക്കാനും അതുപോലെ മണ്ണൊക്കെ ഉഴുതു മറിക്കാനൊക്കെ ശ്രമിച്ചപ്പോൾ ഇത് പൊട്ടിപ്പോവാനും തുടങ്ങുകയാണ്. അങ്ങനെ അവരെന്ത് ചെയ്തു, അതിൻ്റെ കൂടെ കുറച്ച് ബ്രോൺസ്, കുറച്ച് ഈയം കൂടെ ചേർക്കാൻ വേണ്ടി തുടങ്ങി. ഓക്കെ, അപ്പോൾ അതിനെയാണ് നമ്മൾ ബ്രോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, ബ്രോൺസ് ഏജ് എന്ന് പറയുന്നത്. ദ പീരിയഡ് വെൻ വെപ്പൺസ് ആൻഡ് ടൂൾസ് മെയ്ഡ് ഓഫ് ബ്രോൺസ് വെർ യൂസ്ഡ് നോൺ ആസ് ബ്രോൺസ് ഏജ്. അപ്പോൾ അവർ വെങ്കലം ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള സ്റ്റോൺസും അതുപോലെ തന്നെ ഉപകരണങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങിയതോട് കൂടിയിട്ട് എന്ത് ചെയ്തു, സ്റ്റോൺസ് അല്ല വെപ്പൺസ് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങിയതോട് കൂടിയിട്ട് അതിനെ നമ്മൾ എന്ത് പറയുന്നു, ബ്രോൺസ് ഏജ് എന്ന് പറയുന്നു. With the use of bronze tools were occurred significant changes in human life. Let's see what they were. അങ്ങനെ ഈ ഒരു ബ്രോൺസ് ഏജിൽ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയതോട് കൂടിയിട്ട് അവർക്കുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ബ്രോൺസ് ടൂൾസ് ഹെൽപ്ഡ് ഇൻ എക്സ്പാൻഡിങ് അഗ്രികൾച്ചറൽ ലാൻഡ്. കാരണം എന്താണ്, ഉറപ്പുള്ള നല്ല ഉപകരണം കിട്ടിയതോട് കൂടിയിട്ട് അവർ കൃഷി വ്യാപിപ്പിക്കാൻ വേണ്ടി തുടങ്ങി. ദ എക്സ്പാൻഷൻ ഓഫ് അഗ്രികൾച്ചറൽ ലാൻഡ് ലെഡ് ടു ആൻ ഇൻക്രീസ് ഇൻ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ. അങ്ങനെ അഗ്രികൾച്ചർ കൂടിയിട്ട് എന്താ സംഭവിക്കുക, അഗ്രികൾച്ചർ കൂടിക്കഴിഞ്ഞാൽ അവിടുത്തെ പ്രൊഡക്ഷനും കൂടും അല്ലേ. അങ്ങനെ പ്രൊഡക്ഷനും കൂടെ അവിടെ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദ ഇൻക്രീസ് ഇൻ അഗ്രികൾച്ചർ പ്രൊഡക്റ്റ് പേവ്ഡ് ദ വേ ഫോർ ദ എക്സ്ചേഞ്ച് ഓഫ് പ്രൊഡക്ട്സ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് സെൻറ്റേഴ്സ് ഓഫ് എക്സ്ചേഞ്ച്. അപ്പോൾ ഒരാൾക്ക് ഇപ്പോൾ നെല്ല് കൃഷി ചെയ്യുകയാണ്, അയാൾക്ക് ഒരുപാട് നെല്ലുണ്ട്, പക്ഷേ അയാൾക്ക് അത്രയും നെല്ല് വേണ്ട, അയാൾക്ക് കുറച്ച് ഗോതമ്പ് കൂടെ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അവരങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യും അല്ലേ. അപ്പോൾ ആദ്യം അവർ പരസ്പരം എക്സ്ചേഞ്ച് ചെയ്തു, പിന്നെ അവർ ഒരു എക്സ്ചേഞ്ച് സെൻറ്റർ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങി. ദ സെൻറ്റേഴ്സ് ഓഫ് എക്സ്ചേഞ്ച് ലേറ്റർ ട്രാൻസ്ഫോംഡ് ഇൻ ടു ടൗൺസ് ആൻഡ് സിറ്റീസ്. ആദ്യം അവരുടെ പ്രദേശത്ത് തന്നെ ഒരു എക്സ്ചേഞ്ച് ഉണ്ടാക്കി, അതിനുശേഷം അതെന്ത് ചെയ്തു, അങ്ങോട്ടും ഇങ്ങോട്ടും ബാക്കിയുള്ള ടൗണിലേക്കും സിറ്റീസിലേക്കൊക്കെ വ്യാപിക്കാൻ വേണ്ടി തുടങ്ങി എന്നാണ് പറയുന്നത്. ഇതാണ് ബ്രോൺസ് ഏജിലെ പ്രധാനമായിട്ടുള്ള മനുഷ്യൻ്റെ മാറ്റങ്ങൾ എന്ന് പറയുന്നത്. ദെൻ കമ്പയർ ആൻഡ് പ്രിപ്പയർ എ നോട്ട് ഓൺ ദ ഫീച്ചേഴ്സ് ഓഫ് ഹ്യൂമൻ ലൈഫ് ഇൻ ദ സ്റ്റോൺ ഏജ് ആൻഡ് ബ്രോൺസ് ഏജ്. അപ്പോൾ ബ്രോൺസ് ഏജിലെയും സ്റ്റോൺ ഏജിലെയും മനുഷ്യരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് താരതമ്യം ചെയ്യാൻ വേണ്ടി പറയുന്നത് നോട്ട്സിൽ നമുക്ക് നോക്കാം. നെക്സ്റ്റ് വൺ, ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ. അടുത്തത് എന്താണ്, ഈ ഒരു ബ്രോൺസ് ഏജിലുള്ള സിവിലൈസേഷൻ ഏതൊക്കെയാണെന്നാണ് പറയാൻ വേണ്ടി പോകുന്നത്. യു ഹാവ് സീൻ ദ ചേഞ്ചസ് ദാറ്റ് ഹാവ് ഒക്കേർഡ് ഇൻ ദ ഹ്യൂമൻ ലൈഫ് ഇൻ ദ ബ്രോൺസ് ഏജ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു അവരുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു അല്ലേ. ആസ് എ റിസൾട്ട് ഓഫ് ദീസ് ചേഞ്ചസ് ഇൻ ദ ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ വർ ഫോംഡ് സെൻറ്റേഴ്സ് അറൌണ്ട് സിറ്റീസ്. അങ്ങനെ അവരെന്ത് ചെയ്തു, ഈ ഒരു ഇതുണ്ടായതോട് കൂടിയിട്ട് അവരുടെ സിവിലൈസേഷൻ സിറ്റീസിലേക്കൊക്കെ വ്യാപിക്കുകയാണ് ചെയ്യുന്നത്. ലെറ്റ് us become familiar with a bronze age civilization. അപ്പോൾ ബ്രോൺസ് ഏജിലുള്ള പ്രധാനമായിട്ടുള്ള സിവിലൈസേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മെസപ്പൊട്ടോമിയൻ, ദെൻ ഈജിപ്ഷ്യൻ, ചൈനീസ്, ഹാരപ്പൻ. ഓക്കെ, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഉള്ളത്. Then find out the 4 major civilization that existed during the Bronze Age on the map given below. അപ്പോൾ അതാണ് ഈ മാപ്പിൽ നമുക്ക് തന്നിട്ടുള്ളത്. ആ 3 സിവിലൈസേഷൻ എവിടെയൊക്കെയാണെന്നുള്ളതാണ് കാണിച്ചു തന്നിട്ടുള്ളത്. ഇതിലൊരു ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒബ്സർവ് മാപ്പ് 1.1 ആൻഡ് ഐഡൻറ്റിഫൈ ദ റിവർ വാലീസ് വേർ ദ മേജർ ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ ഡെവലപ്ഡ് ബൈ ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ ബിലോ. അപ്പോൾ ഓരോ സിവിലൈസേഷനും ഏതൊക്കെ റിവറിനെ ബേസ് ചെയ്തിട്ട്, റിവർ വാലീനെ ബേസ് ചെയ്തിട്ടാണുള്ളത് എന്നുള്ളത് അവിടെ എഴുതി കൊടുക്കാം. ഫസ്റ്റ് വൺ മെസപ്പൊട്ടോമിയൻ ആണ്. അത് യൂഫ്രട്ടീസ് ആൻഡ് ടൈഗ്രീസ് ഈ 2 റിവർ വാലീസിന് ഇടയിലാണ്. നെക്സ്റ്റ് വൺ ഈജിപ്ഷ്യൻ ആണ്. ഈജിപ്ഷ്യൻ നൈൽ റിവറിനെ ബേസ് ചെയ്തിട്ടായിരുന്നു. ഹരപ്പൻ ഇൻഡസ് റിവറിനെ ബേസ് ചെയ്തിട്ടായിരുന്നു. ചൈനീസ് ഹവാങ്ഹോ റിവറിനെ ബേസ് ചെയ്തിട്ടായിരുന്നു. അത് ജസ്റ്റ് മാപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ദെൻ വൈ ഡിഡ് ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ ഫ്രം ഇൻ റിവർ വാലീസ്. എന്തുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ 4 സിവിലൈസേഷൻ നോക്കിയതും അതൊക്കെ റിവർ വാലീനെ ബേസ് ചെയ്തിട്ടാണ് അല്ലേ. എന്തുകൊണ്ടായിരുന്നു അങ്ങനെ റിവർ വാലീനെ ബേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? കാരണം അവിടുത്തെ ഫെർട്ടിലൈസ് സോയിൽ, അവൈലബിലിറ്റി ഓഫ് വാട്ടർ, ഫേവറബിൾ ക്ലൈമറ്റ്, ഇതൊക്കെ കാരണം എന്തുണ്ടായി, അവിടെ അഗ്രികൾച്ചർ കൂടുതലായിട്ട് നടത്തി. അഗ്രികൾച്ചർ ഉള്ളിടത്തല്ലേ ഇവരുള്ളത്. അങ്ങനെ അഗ്രികൾച്ചർ കൂടുതലായിട്ട് നടത്താനുള്ള സാധ്യതകളുള്ളത് ഈ റിവർ വാലിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെയായിരുന്നു അവർ സെറ്റിൽഡ് ആയിരുന്നത്. നെക്സ്റ്റ് വൺ, നമ്മൾ ഓരോ സിവിലൈസേഷൻ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ വേണ്ടി പോവുകയാണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ ആണ്. ബിറ്റ്വീൻ വിച്ച് റിവേഴ്സ് ഇൻ മെസപ്പൊട്ടോമിയ ലൊക്കേറ്റഡ്. മെസപ്പൊട്ടോമിയ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് യൂഫ്രട്ടീസ്, ടൈഗ്രീസ് ഈ 2 റിവർ വാലിയുടെ ഇടയിലായിരുന്നു, ബിറ്റ്വീൻ ആയിരുന്നു. ദ വേർഡ് മെസപ്പൊട്ടോമിയ മീൻസ് ദ ലാൻഡ് ബിറ്റ്വീൻ റിവേഴ്സ്. അപ്പോൾ മെസപ്പൊട്ടോമിയ എന്നുള്ള വാക്കിന് അർത്ഥം തന്നെ
രണ്ട് റിവേഴ്സിന് ബിറ്റ്വീൻ ആയിട്ടുള്ളത് എന്നുള്ളതാണ്. ദിസ് റീജിയൻ ലൈസ് ബിറ്റ്വീൻ ദ യൂഫ്രട്ടീസ് ആൻഡ് ടൈഗ്രീസ് റിവേഴ്സ്. ദിസ് റീജിയൻ ഈസ് presently a part of Iraq. Mesopotamian civilization consisted of 4 different civilizations which were Sumerian, Babylonian, Assyrian and a Chaldean. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു യൂഫ്രട്ടീസ് ടൈഗ്രീസ് എന്നീ 2 നദികൾക്കിടയിലാണ് ഇതുള്ളത്. ഇപ്പോൾ നിലവിൽ ഇറാഖിലാണ് ഈ ഒരു പ്രദേശമുള്ളത്. അതുപോലെ തന്നെ സുമേറിയന്, ബാബിലോണിയന്, അസീറിയന്, കാൽഡിയന് തുടങ്ങിയ 4 വ്യത്യസ്തമായിട്ടുള്ള സിവിലൈസേഷനും കൂടി ചേർന്നതാണ് മെസപ്പൊട്ടോമിയ സിവിലൈസേഷൻ എന്ന് പറയുന്നത്. ഇനി അതിലെ അർബൻ ലൈഫും ആർട്ട് ഓഫ് റൈറ്റിംഗ്സും എങ്ങനെയായിരുന്നുള്ളതാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. ദ സുമേറിയൻസ് വേർ ദ ഫസ്റ്റ് പീപ്പിൾ ഹു കോൺട്രിബ്യൂട്ടഡ് ടു ദ ഡെവലപ്മെന്റ് ഓഫ് അർബൻ ലൈഫ് ഇൻ മെസപ്പൊട്ടോമിയ. ദ മേജർ സിറ്റീസ് ഓഫ് മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ വേർ ഉറൂക്ക്, ലഗാഷ് ആൻഡ് സോ ഓൺ. അപ്പോൾ എന്താണ്, മെസപ്പൊട്ടോമിയ നഗര ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുള്ളത് സുമേറിയക്കാരായിരുന്നു. മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ്റെ പ്രധാനമായിട്ടുള്ള സിറ്റീസ് എന്ന് പറയുന്നത് ഉറൂക്ക്, ലഗാഷ് ഇതൊക്കെയായിരുന്നു. ദ റൈറ്റിംഗ് സിസ്റ്റം ഓഫ് മെസപ്പൊട്ടോമിയ വാസ് നോൺ ആസ് ക്യൂണിഫോം. അപ്പോൾ ഈ മെസപ്പൊട്ടോമിയക്കാരുടെ എഴുത്തിൻ്റെ ആ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഇതിനെ പറയുന്നതാണ് ക്യൂണിഫോം എന്നുള്ളത്. ആ ഒരു രീതിയിലായിരുന്നു അവർ എഴുതിയിരുന്നത്. എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്? ഈ പിക്ചറിൽ കൊടുത്തിട്ടുള്ളതാണ് ക്യൂണിഫോം സ്ക്രിപ്റ്റ്. ദി സ്ക്രിപ്റ്റ് വാസ് ഡെവലപ്ഡ് ബൈ സുമേറിയൻസ്. ഇത് സുമേറിയൻസ് ആണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇറ്റ് വാസ് എ വേർഡ് ഷേപ്ഡ് എ പിക്ടോഗ്രാഫിക് സ്ക്രിപ്റ്റ്. ഇതെന്താണ്, ഒരു ആപ്പിൻ്റെ ആകൃതിയിലുള്ള ഒരു പിക്ടോഗ്രാഫിക് ആയിട്ടുള്ള സ്ക്രിപ്റ്റ് ആണ് ഇത്. ഇറ്റ് വാസ് റിട്ടൺ ഓൺ ക്ലേ ടാബ്ലറ്റ്സ്. ഇത് ക്ലേ ടാബ്ലറ്റ്സിലായിരുന്നു എഴുതിയിരുന്നത്. ദേ യൂസ്ഡ് എ പോയിന്റഡ് റീഡ് സ്റ്റൈലസ് ടു റൈറ്റ് ഓൺ ക്ലേ ടാബ്ലറ്റ്സ്. അപ്പോൾ ഒരു കൂർത്ത മുനയുള്ള ഒരു തണ്ട് ഉപയോഗിച്ചിട്ടായിരുന്നു ഇത് അവർ കളിമണ്ണിൽ എഴുതിയിരുന്നത്. ഓക്കെ, ആ കളിമണ്ണിൽ എഴുതാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒന്നാണ് ഒരു പോയിന്റഡ് ആയിട്ടുള്ള ഒരു റീഡ് സ്റ്റൈലിഷ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ അവരുടെ കോൺട്രിബ്യൂഷൻസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. സയൻസ് ആൻഡ് മാത്തമാറ്റിക്സിൽ എന്തൊക്കെ കോൺട്രിബ്യൂഷനാണ് അവർ ചെയ്തത്? പ്രധാനമായിട്ടും ലൂണാർ കലണ്ടർ കൊണ്ടുവന്നത് അവരായിരുന്നു. കാൽക്കുലേറ്റഡ് ദ സോളാർ ആൻഡ് ലൂണാർ എക്ലിപ്സ് കൊണ്ടുവന്നതും അവരാണ്. ഡിവിഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ കൊണ്ടുവന്നതും ഇവരാണ്. ഇനി ലോയിൽ വരികയാണെങ്കിൽ, ലോയുടെ സൈഡിലേക്ക് വരികയാണെങ്കിൽ, ലോസ് വെർ എ ക്വാണ്ടിഫൈഡ് ഫോർ ദ ഫസ്റ്റ് ടൈം ഡ്യൂറിങ് ദ റൈൻ ഓഫ് സുമേറിയൻ റൂളർ ഡങ്കി. അഥവാ സുമേറിയൻ ഭരണാധികാരിയായിരുന്ന ഡുങ്കി, ഓക്കെ ഡങ്കി അല്ല, ഡുങ്കിയുടെ കാലഘട്ടത്തിലാണ് ഈ നിയമങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്, ഒന്ന് കോഡീകരിച്ചിട്ട് ഉള്ളത്. അതുപോലെ തന്നെ ദ കോഡ് ഓഫ് ഹമ്മുറാബി ഈസ് ദ റിവൈസ്ഡ് ഫോം ഓഫ് ദീസ് ലോസ്. ഈ നിയമങ്ങളൊക്കെ പരിഷ്കരിച്ചാണ് ഹമ്മുറാബിയുടെ നിയമസംഹിത എന്ന് പറയുന്നത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി അടുത്തത് എന്താണ് കോഡ് ഓഫ് ഹമ്മുറാബി എന്ന് പറയുന്നുണ്ട്. ദിസ് ഈസ് എ കോഡ് ഓഫ് ലോസ് ദാറ്റ് എക്സിസ്റ്റഡ് ഡ്യൂറിങ് ദ reign of the Babylonian ruler Hammurabi. It is considered to the oldest written code of law in the world. The method of punishment of an eye, a tooth for a tooth, comes from this code. അപ്പോൾ ബാബിലോണിയൻ ഭരണാധികാരിയായിരുന്ന ഹമ്മുറാബിയുടെ കാലഘട്ടത്തിലായിരുന്നു ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ലോകത്ത് എഴുതപ്പെട്ടതിൽ ഏറ്റവും പഴക്കമുള്ള ഒരു ലോ തന്നെയാണിത്. ഇതിലെന്താണ് പറയുന്നത്? കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല് എന്നുള്ള ശിക്ഷാരീതിയായിരുന്നു ഇതിൽ ഉണ്ടായിരുന്നത്. ഓക്കെ, അടുത്തതായിട്ട് പറയുന്നത് സിഗുറാത്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഓക്കെ, ആരാണ് സിഗുറാത്സ് എന്ന് നമുക്ക് നോക്കാം. പ്ലേസ് ഓഫ് വർഷിപ്പ് ഓഫ് എ മെസപ്പൊട്ടോമിയൻ വേർ നോൺ ആസ് സിഗുറാത്സ്. These places of worship were mainly built in cities. They were made of bricks. The ziggurats in the cities of Ur is still preserved. അപ്പോൾ മെസപ്പൊട്ടോമിയക്കാരുടെ ഒരു ആരാധനാലയമാണ് സിഗ്രാത്തുകൾ എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും ഇത് നഗരങ്ങളിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് പണിതിരുന്നത് ഇഷ്ടികകൾ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു. ഉർ എന്ന നഗരത്തിൽ ഇന്നും സിഗ്രാത്തുകൾ സംരക്ഷിക്കപ്പെടുന്നുണ്ട്. നെക്സ്റ്റ് വൺ, പ്രിപ്പയർ എ നോട്ട് ഓൺ ദ കൾച്ചറൽ കോൺട്രിബ്യൂഷൻ ഓഫ് മെസപ്പൊട്ടോമിയ. മെസപ്പൊട്ടോമിയയിലെ ഈ ഒരു കൾച്ചറൽ കോൺട്രിബ്യൂഷനെ കുറിച്ചിട്ട് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് വൺ, ഈജിപ്ഷ്യൻ സിവിലൈസേഷനെ കുറിച്ചിട്ടാണ് അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത്. എന്താണ്? Look at the map of 1.1. Find the region where the Egyptian civilization flourished. അപ്പോൾ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ എവിടെയൊക്കെയാണ് ഫ്ലറിഷ് ചെയ്തിട്ടുള്ളത് എന്ന് കണ്ടെത്താനാണ് പറയുന്നത്. You have seen that Egyptian civilization flourished in the Nile Valley. The main city of the Egyptian civilization was Cairo, and the Egyptian king's war is known as Parohas. The main feature of the Egyptian civilization is the pyramid. അപ്പോൾ പ്രധാനമായിട്ടും ഈ ഒരു ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ഉള്ളത് നമ്മുടെ നെയിൽ റിവറിലാണ്, റിവർ വാലിയിലായിരുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള സിറ്റീസ് എന്ന് പറയുന്നത്
നമ്മുടെ കെയ്റോ ആയിരുന്നു. ഓക്കെ, ഈജിപ്തിലെ രാജാക്കന്മാരുടെ ഫറോവ എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. അവിടെ ആ ഒരു സിവിലൈസേഷനിലെ പ്രധാനമായിട്ടുള്ള ഒരു ഫീച്ചറായിരുന്നു അന്നത്തെ പിരമിഡുകൾ എന്ന് പറയുന്നത്. ഓക്കെ, പിരമിഡ്സ് എന്ന് പറയുന്നത് അന്നത്തെ പ്രധാനമായിട്ടുള്ള ഒരു ഫീച്ചറായിരുന്നു. അഗ്രികൾച്ചർ വാസ് ദ മെയിൻ ലൈവ്ലിഹുഡ് ഓഫ് ദ പീപ്പിൾ. വീറ്റ്, ബാർലി, മില്ലറ്റ്, ഫ്രൂട്ട്സ്, ഫ്ലാക്സ്, കോട്ടൺ ആൻഡ് സോ ഓൺ ഗ്രോ അബണ്ടൻ്റ്ലി ഇൻ ദ നെയിൽ റിവർ ബേസിൻ. അപ്പോൾ അവിടുത്തെ അഗ്രികൾച്ചർ എന്ന് പറയുന്നത് മെയിനായിട്ടും വീറ്റ്, ബാർലി, മില്ലറ്റ്, ഫ്രൂട്ട്സ്, ഫ്ലാക്സ്, കോട്ടൺ ഇതൊക്കെയായിരുന്നു അവർ പ്രധാനമായിട്ടും ഈ റിവർ വാലിയിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ദിസ് അഗ്രികൾച്ചർ പ്രോസ്പെരിറ്റി facilitated the development of a civilization in the Nile Valley. Hence, Egypt is known as the gift of the Nile. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഒരുപാട് സിവിലൈസേഷനിൽ ഒരുപാട് ഡെവലപ്മെൻറ്റ് ഇതിൻ്റെ ബേസ് ചെയ്തിട്ട് നടന്നിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല ഈജിപ്തിന് അതുകൊണ്ട് തന്നെയാണ് ദി ഗിഫ്റ്റ് ഓഫ് ദ നൈൽ എന്നും പറയുന്നത്, നൈലിൻ്റെ ദാനം എന്നും പറയാറുണ്ട്. ഇനി എന്താണ് പിരമിഡ്സ് എന്നതാണ് അടുത്തതായിട്ട് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. ദ പിരമിഡ്സ് വിച്ച് ആർ ദ ടോംസ് ഓഫ് ദ ഫറോഹാസ് are the main feature of the Egyptian civilization, the biggest and the most famous of the Great Pyramid of Giza. അപ്പോൾ ഈജിപ്ഷ്യൻ ഈ ഒരു സിവിലൈസേഷനിലെ പ്രധാനമായിട്ടുള്ളൊരു സവിശേഷത തന്നെയാണ് ഈ ഫറോമാരുടെ ഈ ഒരു എന്ത് പറയുന്നത് ടോംസ് എന്ന് പറയുന്നത്, അവരുടെ കുടീരം എന്ന് പറയുന്നത്. അപ്പോൾ ഗിസയിലെ മഹത്തായിട്ടുള്ള ഒരു പിരമിഡാണ് എന്ത് പറയുന്നത് ഇപ്പോഴും സംരക്ഷിക്കപ്പെടുന്നുള്ള ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു പിരമിഡ് അവിടെയുണ്ട്. ഇനി അടുത്തത് എന്താണ് മമ്മീസ് എന്ന് പറയുന്നുണ്ട്. ദ ഈജിപ്ഷ്യൻസ് ഹാഡ് എ സിസ്റ്റം ഓഫ് പ്രിസർവിംഗ് ദ ഡെഡ് ബോഡി ബൈ എംബാൾമിംഗ് it with perfumes. A body preserved in the way is known as a mummy. Among these, the most famous in the mummy of Pharaohs, Tutankhamun. Okay. Then such mummies were kept inside the pyramids. അപ്പോൾ ഈ അവർക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നു, എന്താണ് ഡെഡ് ബോഡീസ് സൂക്ഷിച്ചു വെക്കുന്നത്. അപ്പോൾ അവരെന്ത് ചെയ്യും, അതിൽ ഫുള്ള് സുഗന്ധമൊക്കെ പൂശി ഒരു അനശ്വരമായിട്ട് സൂക്ഷിച്ചു വെക്കും. ഇപ്രകാരം സൂക്ഷിച്ചിരുന്ന ഒരു ആ ഒരു ബോഡിയെ പറയുന്നതാണ് മമ്മി എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും വലിയ ഫറോവായിരുന്ന തൂത്തൻഖാമൻ്റെ മമ്മിയാണ് ഇതിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ളത്. പിരമിഡുകൾക്കുള്ളിലാണ് ഇത്തരം മമ്മികൾ അവർ സൂക്ഷിച്ചിരുന്നത്. അടുത്തത് ആർട്ട് ഓഫ് റൈറ്റിംഗ്, അന്നത്തെ ആർട്ടിനെ കുറിച്ചിട്ടാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത്. റൈറ്റിംഗ് എക്സിസ്റ്റഡ് ഇൻ ഈജിപ്റ്റ് ജസ്റ്റ് എ മെസപ്പൊട്ടോമിയ. ലെറ്റ് അസ് സീ ദ ഫീച്ചേഴ്സ് ഓഫ് ദ ഈജിപ്ഷ്യൻ റൈറ്റിംഗ്. അപ്പോൾ മെസപ്പൊട്ടോമിയയിൽ പോലെ തന്നെ ഈജിപ്തിലും എഴുത്തുവിദ്യ നിലനിന്നിരുന്നു. അപ്പോൾ അതിൻ്റെ ഫീച്ചറാണ് താഴെ കൊടുത്തിട്ടുള്ളത്. അതിന് പറയുന്ന പേര് ഹൈറോഗ്ലിഫിക്സ് എന്നുള്ളതാണ്. ഓക്കെ, ഹൈറോഗ്ലിഫിക്സ്. ഇതിൽ പ്രധാനമായിട്ടും ഫസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് ഹൈറോഗ്ലിഫിക്സ് വാസ് ദ സ്ക്രിപ്റ്റ് ഓഫ് ദ ആൻഷ്യൻ ഈജിപ്ഷ്യൻ. ഓക്കെ, അതുപോലെ ദ വേർഡ് ഓഫ് ഹൈറോഗ്ലിഫിക്സ് മീൻസ് സാക്രഡ് റൈറ്റിംഗ്, വിശുദ്ധമായിട്ടുള്ള എഴുത്ത് എന്നുള്ളതാണ് ഹൈറോഗ്ലിഫിക്സ് എന്ന വാക്കിൻ്റെ അർത്ഥം. ദി സ്ക്രിപ്റ്റ് വാസ് എ കോമ്പിനേഷൻ ഓഫ് സയൻസ് ആൻഡ് ലെറ്റേഴ്സ്. ഇതെന്താണ്, സയൻസും ലെറ്റേഴ്സും കൂടിയിട്ടുള്ള ഒരു റൈറ്റിംഗ് ആണ്. ഇറ്റ് ഈസ് റീഡ് ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ്. ഇത് റൈറ്റ് ടു ലെഫ്റ്റ് ആണ് വായിക്കുന്നത്. അടുത്തതായിട്ട് അവരുടെ അച്ചീവ്മെൻറ്റ്സ്, സയൻസിലുള്ള അച്ചീവ്മെൻറ്റ്സ് എന്തൊക്കെയാണെന്നാണ് അടുത്തതായിട്ട് നോക്കുന്നത്. മാത്തമാറ്റിക്സ് ആൻഡ് മെഡിക്കൽ സയൻസ് അച്ചീവ്ഡ് എ സിഗ്നിഫിക്കൻറ്റ് അഡ്വാൻസ്മെൻറ്റ് ഇൻ ഈജിപ്റ്റ്. ദ ഈജിപ്ഷ്യൻസ് ലെഡ് ദ ഫോർമേഷൻ ഓഫ് ജോമെട്രി ഇൻ മാത്തമാറ്റിക്സ്. അഡീഷൻ ആൻഡ് സബ്സ്ട്രാക്ഷൻ വേർ their contribution. Their solar calendar consisted of 12 months of 30 days each and added 5 days to complete a year of 365 days. അപ്പോൾ അവരുടെ പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത് ഒരുപാട് പുരോഗതി അവർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ പ്രധാനമായിട്ടുള്ള ഒന്നാണ് നമ്മുടെ ജോമെട്രി എന്ന് പറയുന്നതും അതുപോലെ തന്നെ അഡീഷന്, സബ്സ്ട്രാക്ഷന് ഇതൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത് ഇവരാണ്. മാത്രമല്ല സോളാർ കലണ്ടർ നമ്മൾ പറഞ്ഞു, പക്ഷേ അതിലെന്താണ് 30 ദിവസം വീതമുള്ള 12 മാസങ്ങളോടൊപ്പം 5 ദിവസം കൂടെ ആഡ് ചെയ്തിട്ട് 365 ദിവസം അടങ്ങുന്ന ഒരു കലണ്ടർ, ഒരു സോളാർ കലണ്ടർ അവർ ഉണ്ടാക്കി. ആ കലണ്ടറാണ് നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്നത്. ഹൗ മെനി മന്ത്സ് ആർ ദർ ഇൻ ദ കലണ്ടർ വി യൂസ് നൗ? ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നതിൽ കലണ്ടറിൽ എത്ര മാസങ്ങളാണുള്ളത്, അതുപോലെ തന്നെ ഓരോ മാസത്തിലും 30 ദിവസമാണോ എന്നുള്ളതൊക്കെ നിരീക്ഷിക്കാനാണ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് ചൈനീസ് സിവിലൈസേഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. Chinese civilization originated along the banks of river Huanghe. Agriculture was the foundation of the civilization as well. They were also experts in weaving, pottery and silk production. They made excellent bronze sculptures. അപ്പോൾ ഹൊയാങ്ഹോ എന്ന് പറയുന്ന ഒരു റിവർ വാലിയിലായിരുന്നു നമ്മുടെ
നമ്മുടെ ചൈനീസ് സിവിലൈസേഷൻ ഉണ്ടായിട്ടുള്ളത്. കൃഷിയായിരുന്നു അവരുടെ സംസ്കാരത്തിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു ബേസ് എന്ന് പറയുന്നത്. കൂടാതെ അവർക്ക് നെയ്ത്ത്, മൺപാത്ര നിർമ്മാണം, പട്ടുവസ്ത്ര നിർമ്മാണം എന്നിവയിലൊക്കെ വൈദഗ്ധ്യം ഉണ്ടായിരുന്നു. മാത്രമല്ല വെങ്കല ശില്പങ്ങളൊക്കെ അവർ ഉണ്ടാക്കിയിരുന്നു. ഇനി അവരുടെ റൈറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ദ ചൈനീസ് ഹാഡ് എ റൈറ്റിംഗ് സിസ്റ്റം സിൻസ് ആൻഷ്യൻ ടൈംസ്. ദ പിക്ടോഗ്രാഫിക് സ്ക്രിപ്റ്റ് ദാറ്റ് യൂസ്ഡ് എ പിക്ചേഴ്സ് ഇൻസ്റ്റെഡ് ഓഫ് ലെറ്റേഴ്സ് വാസ് കോമൺ. Gradually, they developed a symbols to use in place of pictures. That scripts still exist in China with modifications. അപ്പോൾ ഇവരുടെ ഇടയിലുള്ള എഴുത്ത് എന്ന് പറയുന്നത് അക്ഷരങ്ങൾക്ക് പകരം അവർ ചിത്രങ്ങളായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ പിക്ടോഗ്രാഫിക് സ്ക്രിപ്റ്റ് എന്നാണ് പറയുന്നത്. അത് പിന്നീട് എന്ത് ചെയ്തു? പിന്നീട് ആ ചിത്രങ്ങൾക്ക് പകരം അവർ ചിഹ്നങ്ങൾ രൂപപ്പെടുത്തി മാറ്റങ്ങളോടെ ആ ലിപിയാണ് ഇന്നും ചൈനയിൽ നിലനിൽക്കുന്നത്. ഇനി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഫൈൻഡ് ഔട്ട് ദ ഫീച്ചേഴ്സ് ഓഫ് ദ റൈറ്റിംഗ് സിസ്റ്റം ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ മെസപ്പൊട്ടോമിയ, ഈജിപ്ത് ആൻഡ് ചൈന ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ. അപ്പോൾ നമുക്ക് ഓരോന്ന് നോക്കാം. മെസപ്പൊട്ടോമിയയിൽ ഉണ്ടായിരുന്ന സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ക്യൂണിഫോം ആണ്. അതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് റോട്ട് ഓൺ ക്ലേ ടാബ്ലറ്റ്സ് ആണ്. നെക്സ്റ്റ് വൺ ഈജിപ്ത് ആണ്. ഈജിപ്തിലെ ഹൈറോഗ്ലിഫിക്സ് ആണ്. മീനിങ് സ്കാഡ് റൈറ്റിംഗ് എന്നുള്ളതാണ്. ചൈനയിലുണ്ടത് പിക്ടോഗ്രാഫിക്സ് ആണ്. പിക്ചേഴ്സ് യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് ലെറ്റേഴ്സ് എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഹാരപ്പൻ സിവിലൈസേഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഹാരപ്പൻ സിവിലൈസേഷനിൽ നമുക്കുള്ളതെന്ന് നോക്കാം. The Harappan civilization was the civilization that existed in the Indus Valley during the Bronze Age. It is generally considered to have existed from about 2600 BCE to 1900 BCE. Harappa was the first city to be discovered. That is why this civilization is called the Harappan civilization. Since it emerged in the Indus Valley, it is known as the Indus Valley civilization. അപ്പോൾ ഈ നമ്മുടെ ബ്രോൺസ് ഏജിലാണ് നമ്മുടെ ഇൻഡസ് വാലിയിൽ ഇൻഡസ് വാലിയിൽ ഉണ്ടായിട്ടുള്ള ഒരു സിവിലൈസേഷനാണ് നമ്മുടെ ഹരപ്പൻ സിവിലൈസേഷൻ എന്ന് പറയുന്നത്. ഏകദേശം ഇത് BCE 2600 മുതൽ BCE 1900 വരെയായിരുന്നു നിലനിന്നിരുന്നത്. ഇനി അതുമാത്രമല്ല, പൊതുവെ പറയുന്നത് ഹാരപ്പ എന്ന് പറയുന്നത് ഒരു നഗരമാണ്, ഒരു കണ്ടെത്തിയിട്ടുള്ള ഒരു സിറ്റിയാണ്. അതിനാൽ തന്നെ ഈ ഒരു സിവിലൈസേഷനെ നമ്മൾ ഹരപ്പൻ സിവിലൈസേഷൻ എന്നും അതുപോലെ തന്നെ ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്നും പറയാറുണ്ട്. ഓക്കെ, കാരണം എന്താണ്, ഇത് ഇൻഡസ് വാലിയിലായിരുന്നു ഉടലെടുത്തിട്ടുണ്ടായിരുന്നത്, ഒറിജിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദിസ് സിവിലൈസേഷൻ ഡെവലപ്ഡ് അറൌണ്ട് അർബൻ സെൻറ്റേഴ്സ്. ദെർഫോർ ദിസ് സിവിലൈസേഷൻ ഈസ് ടേംഡ് ആസ് ദ ഫസ്റ്റ് അർബനൈസേഷൻ ഇൻ ഇന്ത്യ. അതുമാത്രമല്ല, ഇത് നമ്മുടെ നഗരങ്ങൾ കേന്ദ്രീകരിച്ചുള്ള സംസ്കാരമായതുകൊണ്ടും ഇന്ത്യയിലെ ഒന്നാം ഒരു സിവിലൈസേഷൻ ആയതുകൊണ്ടും ഇന്ത്യയിലെ ഒന്നാമത്തെ സിവിലൈസേഷൻ ആയിട്ടാണ് ഇതിനെ കൺസിഡർ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ പറയുന്നത് സർ ജോൺ മാർഷലെ കുറിച്ചിട്ടാണ് പറയുന്നത്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഈസ് ആൻ ഓർഗനൈസേഷൻ ഫോംഡ് ടു ക്യാരി ഔട്ട് excavation and preservation of the archaeological materials in India. Sir John Marshall was the Director of General of Archaeological Survey of India from 92 to 1928. It was a research conducted under his leadership that led to the discovery of Harappan civilization. ഇന്ത്യയിലെ ഒരു ആർക്കിയോളജിക്കൽ ഉത്ഖനനത്തിനും അതിൻ്റെ സംരക്ഷണത്തിനുമായിട്ട് രൂപീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ 1902 മുതൽ 1928 വരെ ഈ ഒരു ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ജനറൽ ആയിരുന്നു ഇദ്ദേഹം. ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഒരുപാട് ഗവേഷണങ്ങളൊക്കെ ഹരപ്പയിൽ നടന്നിട്ടുള്ളത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഹാരപ്പൻ സിവിലൈസേഷൻ്റെ ഒരു മാപ്പ് തന്നിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ലുക്ക് അറ്റ് മാപ്പ് 1.2. ഫൈൻഡ് ഔട്ട് ദ ലിസ്റ്റ് ദ മേജർ സിറ്റീസ് ഓഫ് ഹാരപ്പൻ സിവിലൈസേഷൻ. അപ്പോൾ ഹാരപ്പൻ സിവിലൈസേഷനിലെ മെയിൻ സിറ്റീസ് ഏതൊക്കെയാണെന്ന് എഴുതാനാണ്. ഏതൊക്കെയാണ്? മോഹൻജദാരോ, ലോഥാള്, ഹാരപ്പ, കാലിബംഗൽ, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത്. ഇനി അവരുടെ ടൗൺ പ്ലാനിങ് എങ്ങനെയൊക്കെയായിരുന്നെന്നാണ് അടുത്തതായിട്ട് നോക്കാൻ വേണ്ടി പോകുന്നത്. The main feature of the Harappan civilization was town planning. They built houses on both sides of the street. They used burned bricks for the purpose of construction. The drainage system was another important feature of the Harappan civilization. The cities and drains were planned in such a way that the waste water from the house was drained out of the city through the drains in the streets.
എന്താണ് പറയുന്നത്? ഹാരപ്പൻ സിവിലൈസേഷനിലെ ഒരു പ്രധാനമായിട്ടുള്ള ഫീച്ചർ എന്ന് പറയുന്നത് അവരുടെ ടൗൺ പ്ലാനിങ് തന്നെയായിരുന്നു. അവർ സ്ട്രീറ്റിൻ്റെ 2 വശങ്ങളിലും എന്ത് ചെയ്തു? വീടുകളൊക്കെ നിർമ്മിച്ചു. അതുമാത്രമല്ല അവർ ചുട്ടെടുത്തിട്ടുള്ള ബ്രിക്സ് ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ഇതൊക്കെ ചെയ്തിരുന്നത്. അതുമാത്രമല്ല അവരുടെ ഡ്രെയിനേജ് സിസ്റ്റം എന്ന് പറയുന്നത് മറ്റൊരു ഫീച്ചർ തന്നെയായിരുന്നു. വീടുകളിൽ നിന്നുള്ള ഈ ഒരു മലിനജലമൊക്കെ അവർ എന്താണ് ഈ ഒരു ഡ്രെയിനേജിലൂടെയായിരുന്നു നഗരത്തിൻ്റെ പുറത്തേക്ക് ഒഴുക്കി കൊണ്ടുപോയിരുന്നത്. ഓക്കെ, അപ്പം അത്രയും ഡെവലപ്പായിരുന്നു. ഇന്ന് പോലും നമുക്ക് അത്രയുമുള്ള ഡ്രെയിനേജ് സിസ്റ്റം ഇല്ല എന്ന് തന്നെ പറയാം. പക്ഷെ അന്ന് അത്രയും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഡ്രെയിനേജ് സിസ്റ്റവും അതുപോലെ തന്നെ ടൗൺ പ്ലാനിങ്ങും ഉണ്ടായിരുന്നു. അടുത്തത് ഗ്രേറ്റ് ബാത്ത് ഫോർ മോഹൻജദാരോ എന്നുള്ളതാണ്. Mohenjo-daro was the major city of the Harappan civilization. The Great Bath is the most distinctive structure of this city. There were a flight of steps on both sides to enter this tank, and it had bathrooms. There was also arrangement for filling fresh water and draining out wastewater. അപ്പോൾ ഹാരപ്പൻ സിവിലൈസേഷനിലെ മറ്റൊരു സംഭവം തന്നെയായിരുന്നു ഈ ഒരു എന്ത് പറയുന്നത് ഗ്രേറ്റ് ബാത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഹാരപ്പൻ സിവിലൈസേഷനിലെ പ്രധാനമായിട്ടുള്ള ഒരു സിറ്റി ആയിരുന്നു മോഹൻജദാരോ എന്ന് പറയുന്നത്. അവിടെ എന്താണ് ഒരു വലിയ കുളം അവർ നിർമ്മിച്ചിരുന്നു. ഈ കുളത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ആ ഫോട്ടോയിലൊക്കെ കാണുന്ന പോലെ ഇങ്ങനെ പടവുകളൊക്കെ ഉണ്ടായിരുന്നു. അവർക്ക് കുളിക്കാൻ വേണ്ടിയിട്ട് കുളിമുറികളും ഉണ്ടായിരുന്നു. അത് മാത്രമല്ല ശുദ്ധജലം നിറക്കാനും മലിനജലം പുറത്തേക്ക് പോകാനും ഒക്കെയുള്ള സംവിധാനം അതിലുണ്ടായിരുന്നു. ഇന്ന് കാണുന്ന ഒരു സ്വിമ്മിംഗ് പൂള് പോലെ തന്നെയായിരുന്നു എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഇനി അന്നത്തെ മറ്റൊരു പ്രത്യേകതയാണ് അവിടുത്തെ ഗ്രാനറി അഥവാ ധാന്യപ്പുര എന്ന് പറയുന്നത്. അഗ്രികൾച്ചർ വാസ് ദ മെയിൻ ലൈവ്ലിഹുഡ് ഓഫ് ദ ഹാരപ്പൻ പീപ്പിൾ. എവിഡൻസസ് ഓഫ് റൈസ് കൾട്ടിവേഷൻ have been found from cities like Ragpur and Lodhal in Gujarat. The granary is the most significant historical remains found in Harappa. It was used to store and preserve grains. അപ്പോൾ ഹാരപ്പൻ ജനതയുടെ പ്രധാനമായിട്ടുള്ള ഒരു ലൈവ്ലിഹുഡ് എന്ന് പറയുന്നത് അവിടുത്തെ കൃഷിയായിരുന്നു. അപ്പോൾ അവരെന്ത് ചെയ്തു? ഗുജറാത്തിലെ രംഗ്പൂർ, ലോധാളി എന്നിവിടങ്ങളിൽ നിന്നും നെല്ല് കൃഷി ചെയ്തതിൻ്റെ തെളിവുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഹാരപ്പയിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? ധാന്യപ്പുരകൾ, ഗ്രൈനറി പോലെയുള്ള ധാന്യപ്പുരകളുടെ ശേഷിപ്പുകളും കിട്ടിയിട്ടുണ്ട്. ധാന്യങ്ങൾ സംരക്ഷിക്കാനും സൂക്ഷിക്കാനുമായിരുന്നു ഇത് ഉപയോഗിച്ചിരുന്നത് എന്നാണ് കണക്കാക്കുന്നത്. അടുത്തത് അന്നത്തെ ഹാൻഡി ക്രാഫ്റ്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ദ ഹാരപ്പൻസ് were skilled in handicrafts. Observe the pictures given below. താഴെയുള്ള ചിത്രങ്ങൾ നോക്കുക. അന്നത്തെ ടോയ്സ്, സീൽസ്, അതുപോലെ ജ്വല്ലറി, ക്ലേ പോട്ട്, ബ്രോൺസ് സ്റ്റാച്യൂസ് ഓഫ് എ ഡാൻസിങ് ഗേൾ, ഇതൊക്കെ അന്ന് ഉണ്ടാക്കിയിട്ടുള്ള സംഭവങ്ങളാണ്. What details about the handicraft of Harappans can be obtained from these pictures? Find out and complete the concept map. അപ്പോൾ ഇതിലെന്തൊക്കെയാണുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്? യൂസ് ടു മേക്ക് സീൽസ്, അല്ലെ, സീൽസ് ഒക്കെ അവർ ഉണ്ടാക്കിയിരുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റി. യൂസ് ടു മേക്ക് ടോയ്സ് ഉണ്ടാക്കിയിരുന്നു. അതുപോലെ തന്നെ ക്ലേ പോട്ട്സ് വെർ മെയ്ഡ്, ഒരു ക്ലേ പോട്ട് ഉണ്ടാക്കിയിരുന്നു. ജ്വല്ലറീസ് വാസ് മെയ്ഡ്, സ്റ്റാറ്റ്യൂസ് വെർ മെയ്ഡ്. ഇതൊക്കെയാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി നെക്ലേസ്, ബ്രേസ്ലെറ്റ്സ് ആൻഡ് ഇയറിംഗ്സ് മെയ്ഡ് ഓഫ് ഗോൾഡ്, സിൽവർ, ബെഡ്സ് ആൻഡ് ഷെൽസ് വെർ വൈഡ്ലി യൂസ്ഡ്. അപ്പോൾ സ്വർണവും വെള്ളിയും അതുപോലെ തന്നെ മുത്തുകൾ, ചിപ്പികൾ കൊണ്ടുണ്ടാക്കിയ മാലകളും കൈവളകളും കർണാഭരണങ്ങളും ഒക്കെ ഇവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് കണ്ടെത്തിയിട്ടുണ്ട്. ദ മെയ്ഡ് സീൽസ് ഫ്രം ക്ലേ ആൻഡ് സ്റ്റോൺസ്. അതുമാത്രമല്ല അവർ സീൽസിന് വേണ്ടിയിട്ട് എന്തൊക്കെ ഉപയോഗിച്ചിരുന്നു? കളിമണ്ണും ശിലകൾ കൊണ്ടൊക്കെ അവർ സീലൊക്കെ ഉണ്ടാക്കിയിരുന്നു. ദ ടോയ്സ്, ക്ലേ പോട്ട്സ് ആൻഡ് ബ്രോൺസ് സ്റ്റാറ്റ്യൂസ് ഫൗണ്ട് ഇൻ ഹാരപ്പൻ സിറ്റീസ് ഓൾ ഷോ ദ ആർട്ടിസ്റ്റിക് സ്കിൽസ് ഓഫ് ഹാരപ്പൻ പീപ്പിൾ. അപ്പോൾ ഇതിൽ നിന്നൊക്കെ അവരുടെ ആ ഒരു ആർട്ടിസ്റ്റിക് സ്കില്ല് എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് അല്ലേ. ഇനി അന്നത്തെ ആർട്ട് ഓഫ് റൈറ്റിങ്സിനെ കുറിച്ചിട്ടാണ് അടുത്തതായിട്ട് പറയുന്നത്. ഹാരപ്പൻ പീപ്പിൾ ആൻഡ് ഹാഡ് ദെയർ ഓൺ റൈറ്റിംഗ് സ്കിൽ. അവർക്ക് എന്താണ് അവരുടേതായിട്ടുള്ള റൈറ്റിംഗ് സ്കിൽ ഉണ്ടായിരുന്നു. ദേ യൂസ് എ സിംബൽസ് ഇൻസ്റ്റെഡ് ഓഫ് ലെറ്റേഴ്സ് ടു റൈറ്റ്. ദ ആർട്ട് ഓഫ് റൈറ്റിംഗ് ഈസ് മോസ്റ്റ്ലി ഫൗണ്ട് ഓൺ സീൽസ്. അതുമാത്രമല്ല അവരെന്താണ് അക്ഷരങ്ങൾക്ക് പകരം ചിഹ്നങ്ങളായിരുന്നു ഉപയോഗിച്ചിരുന്നത്. മുദ്രകളിലൊക്കെ അവരുടെ ആ ഒരു എഴുത്ത് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇനി ഡിക്ലൈൻ ഓഫ് ഹാരപ്പൻ സിവിലൈസേഷൻ, ഇത് എങ്ങനെയാണ് തകർച്ച സംഭവിച്ചത് എന്നതാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. Harappan cities faced a decline around 1900 BCE. There are different options about the decline of Harappan civilization. അപ്പോൾ ഈ ഒരു 1900 BCEയിൽ എത്തിയതോട് കൂടിയിട്ട് ഹാരപ്പൻ നഗരങ്ങളൊക്കെ ഡീക്ലൈൻ ആവുകയാണ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ഡീക്ലൈനേഷനെ കുറിച്ചിട്ട് ഒരുപാട് അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതിനെക്കുറിച്ചിട്ടാണ് പറയുന്നത്. ഒന്ന് ക്ലൈമറ്റ് ചേഞ്ച് കാരണമാണ്, മറ്റൊന്ന് ഫ്രീക്വൻറ്റ് ഫ്ലഡ്സ് കാരണമാണ്, മറ്റൊന്ന് എക്സസീവ് യൂസ് ഓഫ് ലാൻഡ് കാരണമാണ്, മറ്റൊന്ന് ഡീഫോറസ്റ്റേഷൻ. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഈ ഒരു ഹാരപ്പൻ സിവിലൈസേഷൻ ഇല്ലാതാവാനുള്ള കാരണങ്ങൾ എന്നാണ് പറയുന്നത്.
Next one, recording human history of ancient period is a very difficult and a laborious task. Since no written evidence is available, we really only an archaeological evidence to learn about humans and their lives in prehistoric times. അപ്പോൾ എന്താണ് നമുക്കറിയാം ഇതെന്നൊക്കെ പറയുന്നത് പണ്ട് കാലത്ത് ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അന്നത്തെ മനുഷ്യരെ കുറിച്ചുള്ള ചരിത്രങ്ങളൊക്കെ രേഖപ്പെടുത്തുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽറ്റി ആയിട്ടുള്ള സംഭവം തന്നെയാണ്. കാരണം എന്താണ്, അന്ന് ആവശ്യമായിട്ടുള്ള എഴുതപ്പെട്ട തെളിവുകളോ കാര്യങ്ങളോ ഒന്നും നമുക്ക് കിട്ടില്ല. ബാക്കി മനുഷ്യരെ കുറിച്ചോ ജീവിതത്തെക്കുറിച്ചൊക്കെ പഠിക്കാൻ ചരിത്രത്തിൻ്റെ ശേഷിപ്പുകളായിട്ടുള്ള പുരാവസ്തുക്കൾ മാത്രമാണുള്ളത്. അതിനെയാണ് ആശ്രയിച്ചിട്ടാണ് നമ്മൾ ഓരോന്നും ഫൈൻഡ് ചെയ്യുന്നത്. സോ ഹിസ്റ്റോറിയൻസ് ഹാവ് എ റെക്കോർഡ് ദ ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ സിൻസ് ദ ബിഗിനിങ് ഓഫ് ബൈ അനലൈസിംഗ് ദ സച്ച് ആർക്കിയോളജിക്കൽ evidences, while fossil remains provide evidence of humans that evolved millions of years. Stone weapons, tools and cave paintings tell us about people in the Stone Age. അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞു, സ്റ്റോൺ ഏജിലുള്ളതിനെ കുറിച്ച് മനസ്സിലാക്കുന്നത് നമുക്ക് ഇത്തരത്തിലുള്ള കേവ്സിലൊക്കെ ചെയ്തിട്ടുള്ള പെയിൻറ്റിങ്സും അതിൽ രൂപങ്ങളൊക്കെ നോക്കിയിട്ടാണ്. ഫോസിൽസ് ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എപ്പോഴും ഹിസ്റ്ററി ഉണ്ടാക്കുന്നത്. ദ ബിഗിനിങ് ഓഫ് ദ അഗ്രികൾച്ചർ ആൻഡ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് എ സെറ്റിൽഡ് ലൈഫ് ഡ്യൂറിംഗ് ദ നിയോളിത്തിക് പീരിയഡ് വെർ എ മൈൽ സ്റ്റോൺ ഇൻ ഹ്യൂമൻ ഹിസ്റ്ററി. ദ civilization that emerged in different parts of the whole during the Bronze Age reveal the history of achievements of human during that period. Is it the knowledge that a practiced formed ancient civilization that led the foundation of the of our culture? We can use such a reminders of the such stepping stones for the future. അപ്പോൾ അന്നത്തെ കാലത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കൃഷിയുടെ ആരംഭം, സ്ഥിരവാസം, അതുപോലെ തന്നെ വികാസം എന്നിവയെ കുറിച്ചിട്ടൊക്കെ നമ്മൾ കിട്ടുന്ന ഹിസ്റ്ററിക്ക് കിട്ടുക അല്ലെങ്കിൽ ഫോസിൽസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് മനസ്സിലാക്കുകയാണ്. മാത്രമല്ല ബ്രോൺസ് ഏജിലെ ആളുകളെ കുറിച്ചിട്ട് രൂപപ്പെട്ടുള്ള സംസ്കാരങ്ങൾ, അക്കാലഘട്ടത്തിലെ ആളുകൾ കൈവരിച്ചുള്ള നേട്ടങ്ങൾ, ചരിത്രം ഇതൊക്കെ നമുക്ക് കാട്ടിത്തരുന്ന സംഭവങ്ങളാണ്. മാത്രമല്ല പ്രാചീന സംസ്കാരത്തിൽ രൂപപ്പെട്ടുള്ള അറിവുകൾ ഇന്നത്തെ സംസ്കാരത്തിൻ്റെ അടിത്തറ തന്നെയാണ്. ഇന്നും നമ്മളത് ഒരുപാട് കാര്യങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അഡീഷൻ, സബ്സ്ട്രാക്ഷൻ ഇതൊക്കെ നമ്മൾ ഇന്നും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. അതുകൊണ്ട് തന്നെ പാസ്റ്റ് ഏജിനെ കുറിച്ചിട്ടുള്ള ഓർമ്മപ്പെടുത്തലുകൾ ഭാവിയിലേക്കുള്ള ഒരു ചവിട്ടുപടി കൂടെയാണ്. നമ്മൾ ഇത്തരത്തിലുള്ള സ്റ്റേജിലൂടെയാണ് കടന്നു പോയത് എന്നുള്ളത് ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു പാഠഭാഗത്തിൽ പഠിക്കാനുള്ളത്. ഇതിൽ എക്സ്റ്റെൻഡ് ആക്ടിവിറ്റീസ് ആണ് പറയുന്നത്. അത് കൂട്ടുകാർ ജസ്റ്റ് വായിച്ചു നോക്കി ചെയ്യുക. ഇതിൻ്റെ കംപ്ലീറ്റ് നോട്ട്സ് നമ്മൾ ഉടൻ തന്നെ ഇംഗ്ലീഷ് വീഡിയോയും മലയാളം വീഡിയോയും കൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. രണ്ടാമത്തെ പാഠഭാഗമായിട്ടുള്ള ഏർലി സ്റ്റേറ്റ്സ് എന്നുള്ളതാണ്. അത് നമ്മൾ ഈ ഒരു ഇമ്പോർട്ടൻറ്റ് നോട്ട്സ് നോക്കിയതിന് ശേഷം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും എല്ലാ കാര്യങ്ങളും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കുറച്ച് വൈഡായിട്ടുള്ള ചാപ്റ്ററാണ്. എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിച്ച് വായിച്ച് മനസ്സിലാക്കി പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ്.